ഹായ് ഹോൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ളൊരു നാടൻ രീതിയിലുള്ളൊരു മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തേങ്ങ അരച്ചിട്ടുള്ള ഈ ഒരു മീൻകറിയുടെ റെസിപ്പി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എൻ്റെ ഉമ്മയൊക്കെ ഇതേ രീതിയിലാണ് മീൻകറി തയ്യാറാക്കിയിട്ടെടുക്കൽ. അപ്പോൾ ഉമ്മാൻ്റെ ഈ ഒരു സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു മീൻകറിയുടെ റെസിപ്പി എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. ഇനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് ഒരു മീൻകറിയുടെ റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഒരു തേങ്ങ ചിരവി എടുത്തിട്ടുണ്ടായിരുന്നു. അതിത് ഈ ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം എരിവുള്ള മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉമ്മാൻ്റെ ഈ ഒരു തേങ്ങരച്ച മീൻകറിയുടെ കൂട്ട് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഈ ഒരു മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അരപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കും പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ഈ ഒരു തേങ്ങയുടെ ആ ഒരു മുകളിൽ വരുന്ന ഭാഗമായിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. അങ്ങനെ ഇത് നല്ല സ്മൂത്തായിട്ട് ഈ ഒരു തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കിട്ടിയിട്ടുള്ള മീൻ ഇതൊക്കെയാണ്. മാന്തയും അയിലയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിന്ന് അയില വെച്ചിട്ടാണ് ഈ ഒരു മീൻകറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. ആദ്യം തന്നെ അടുപ്പിലൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൺചട്ടിയിൽ മീൻകറി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയല്ല, അതെല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ ഇനി മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവയൊക്കെ ഒന്ന് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആകെ ഈ ഒരു കറി വെക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് വേണ്ടുന്നത്. ആദ്യം ഞാനിത് 1/2 ടീസ്പൂണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ ഒരു തക്കാളിയൊക്കെ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടത്. അങ്ങനെ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും അതൊക്കെ ഈ ഒരു മസാലകളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉമ്മാൻ്റെയൊക്കെ മീൻകറിയൊക്കെ കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേകതരം രുചിയാണ്. ഉമ്മാൻ്റെ കൈ കൊണ്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ പിന്നെ ഇതിൽ നേരത്തെ തന്നെ ഞാൻ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളം തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു നല്ല രുചിയുള്ളൊരു മീൻ കറിയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്കൊരു 5 പച്ചമുളക് അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ അയിലയുടെ കറിയാണ് വെക്കുന്നത്. അയില കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. തലയടക്കാണ് ഞാൻ അയില കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2 അയിലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് രീതിയിലാണ് കട്ട് ചെയ്തിട്ട് ഈ ഒരു കറിയിൽ ചേർക്കാൻ ഇഷ്ടം അതേ രീതിയിൽ ചെയ്തെടുക്കാം. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കൂടുതലുണ്ടാവാൻ. അങ്ങനെ ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ഈ ഒരു ഫിഷ് കറി ഞാനൊരു 10 മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് തന്നെ ഫിഷൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഒരു സ്പൂൺ ഒന്ന് ഇട്ടിട്ട് ഇളക്കി എടുക്കാണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. സ്പൂണൊക്കെ ഇട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ ആ മീനൊക്കെ ഒന്ന് വല്ലാണ്ട് നടിഞ്ഞു പോകുമ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിലൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഇതിനൊന്ന് താളിച്ചെടുക്കണം. താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലൊരു പാന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാനിതൊരു 5 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഇതിനെ ഒന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതിനെ ഒന്ന് വഴന്ന് കിട്ടണം. നിങ്ങളുടെ അടുത്ത് കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതേ രീതിയിൽ ചെയ്തെടുത്താലും മതി.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഈ ഒരു ഫിഷ് കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയതെന്ന്. അപ്പോൾ ആദ്യം നേരത്തെ തന്നെ 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിന് ശേഷം വീണ്ടും ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് താളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു താളിപ്പ് ഈ ഒരു ചൂടാലെ തന്നെ ഈ ഒരു മീൻ കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താലും മതി. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.